ഏറെ കാലത്തിന് ശേഷം കാണുന്നതുപോലെ ഉപ്പയെ തന്നെ നോക്കി നിന്നു. ഉപ്പ എപ്പോഴാണ് ഇത്ര വയസ്സനായത്? അവൾ അതിശയത്തോടെ ചിന്തിച്ചു. മുടി വല്ലാതെ നരച്ചിരിക്കുന്നു, മുഖം ക്ഷീണിച്ച്, ചുമലുകൾ വല്ലാതെ തൂങ്ങിയതുപോലെ. പഴയ കുപ്പായം ഒട്ടും പാകമല്ലാതെ അയഞ്ഞു കിടക്കുന്നു. കോളേജിൽ പോകാൻ തുടങ്ങിയ ശേഷം ഉപ്പ ഇങ്ങനെ അടുത്ത് കാണാറില്ല. താൻ ഉണർന്നു വരുമ്പോൾ സുബഹി നിസ്കരിച്ച് നടുവക്കത്ത് ഖുർആൻ ഓതുന്നുണ്ടാകും. ഇണത്തോടെ തലയാട്ടിലയിച്ചുള്ള പാരായണത്തിനിടയിലും ഉറക്കച്ചടവോടെ അടുക്കളയിലേക്ക് പോകുമ്പോൾ ഉപ്പ ഒരു ചിരി സമ്മാനിക്കും. പണിയൊക്കെ തീർത്ത് ധൃതിപ്പെട്ട് കോളേജിലേക്ക് ഓടുമ്പോൾ ഉപ്പ പറമ്പിൽ എന്തെങ്കിലും ജോലിയിലായിരിക്കും. രാത്രി പീടിക പൂട്ടി വരുമ്പോഴേക്ക് താൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാകും. കുഞ്ഞുനാളിൽ ഉപ്പ പീടിക പൂട്ടി വരുന്നതുവരെ കാത്തിരുന്ന കുഞ്ഞുടുപ്പിട്ട പെൺകുട്ടി അവൾ ഓർത്തെടുത്തു. കടലാസ് പൊതിയിൽ മിഠായി കയ്യിൽ മറച്ചു പിടിച്ച് പരിഭവപ്പെടുമ്പോൾ കയ്യിലേക്ക് പൊതി വെച്ച് തന്ന് എടുത്തുയർത്തുന്ന ഉപ്പയുടെ കണ്ണിലെ ചിരിത്തിളക്കം, ഉരുട്ടി തന്ന ചോറുള്ളുകളുടെ രുചി, ഉപ്പാന നെഞ്ചിൽ കിടന്നുള്ള ഉറക്കം. ഉപ്പ നന്നായി പഠിക്കുമായിരുന്നെന്ന് ഉമ്മാമ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പഠനത്തിൽ മാത്രമല്ല, ഓട്ടത്തിലും ചാട്ടത്തിലും പാട്ടിനും പ്രസംഗത്തിലും ഒക്കെ മുന്നിൽ തന്നെയായിരുന്നു.